കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി കൂൺ മസാലക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ഇട്ട ശേഷം കണ്ടു തുടങ്ങുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ നമ്മുടെ കൂൺ ഇതാ തയ്യാറാക്കി വൃത്തിയാക്കിയിട്ട് എൻ്റെ ഉമ്മ തന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ ആ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ നേരാക്കി തന്നുകൊണ്ട് അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. നല്ല നാടൻ കൂണാണ് കേട്ടോ, വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാണ്. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ നാടൻ കൂണ്, കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇറച്ചിയൊക്കെ വയ്ക്കുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റാണ് ഈ കൂൺ മസാല കറിക്ക് കേട്ടോ. അപ്പോൾ ഇന്ന് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ മസാലപ്പൊടികളൊന്നും ഇടാതെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായിട്ട് വന്നപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഈ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്, ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂണിൻ്റെ അളവ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര കൂണ് കിട്ടുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള സവാള എടുക്കുക. അപ്പോൾ ഞാൻ 2 വലിയ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഉള്ളി വഴറ്റാൻ കുറേ നേരം പിടിക്കുമല്ലോ എന്നുള്ള മടി കൊണ്ട് ഞാൻ കുക്കറിലാണ് വഴറ്റാറ്. പക്ഷെ ഇന്ന് ഞാൻ പാനിൽ തന്നെ വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അടി പിടിക്കില്ല. ഒന്ന് ഓണിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിപൊളി നല്ല ബ്രൗൺ കളറാവുന്ന വരെ തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്, ഒന്നുകൂടി ആവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനി നമുക്ക് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് എപ്പോഴും നമ്മൾ എല്ലാ മസാലക്കറിക്കും ചെയ്യണ പോലെ തന്നെ ആ പച്ചമണം മാറുന്ന അതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കറിക്കുണ്ടല്ലോ ആ പച്ചമണം കറി ആയി കഴിഞ്ഞ ശേഷം ആ ഒരു കുത്തുണ്ടാവും. അപ്പോൾ അതിന് നന്നായിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് തന്നെ ഒന്ന് ആ പച്ചമണമൊക്കെ മാറി വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി അതേപോലെ ഒന്നുകൂടി ഒന്ന് മൂക്കിട്ടോ. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ചിലവർ തോരൻ വയ്ക്കും, അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ മസാലക്കറി വയ്ക്കുകയാണെങ്കിൽ തോരൻ തേങ്ങയൊക്കെ ചേർത്തിട്ട് വെക്കുന്നേക്കാളും ഇതേപോലെ മസാലയൊക്കെ ഇട്ട് നമ്മൾ ചിക്കനൊക്കെ വയ്ക്കുന്ന പോലെ വെച്ചിട്ടുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാലയ്ക്കുള്ള നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പൊടി. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും. മല്ലിപ്പൊടി കൂടുതലാവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടീൻ്റെ അത്രയും മല്ലിപ്പൊടി എടുക്കരുത്, മല്ലിപ്പൊടി കുറച്ച് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതിന് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിന് ചൊയ വരരുത്, കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി അങ്ങനെ പാക്കറ്റിൽ തന്നെ ഇടുകയാണ്, സ്പൂണും കൊണ്ടൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതേപോലെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ഗരം മസാലപ്പൊടി കേട്ടോ, ഒരുപാട് ചേർക്കരുത്, അതിൻ്റെ ചൊയ ഇതിന് വേണ്ട. അപ്പോൾ നമ്മൾ ഗരം മസാലയായിട്ട് പട്ട ഗ്രാമ്പ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അത് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് ഭയങ്കര ചൊയയാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ പൊടി ഉണ്ടെങ്കിൽ ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലായി പോകരുത്. കാരണം ഈ കൂൺ മസാലയ്ക്ക് ഒരുപാട് നമ്മൾ ഗരം മസാലയൊക്കെ അതിൻ്റെ ആ ചൊയ വന്നാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സിമ്മിലിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികൾ നന്നായിട്ട് മൂക്കണേ, അത് കരിഞ്ഞു പോകാതെ തന്നെ ശ്രദ്ധിക്കണം. തക്കാളി ഞാനിവിടെ 2 ചെറിയ 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണ വരെ ഇത് ഒന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ ഈ മസാലകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ, എന്നാലാണ് ഈ ഒരു കറിക്ക് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ അധികം വഴറ്റാതെ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റെപ്പും വളരെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും, കുറേ പേർക്ക് ഉണ്ടാക്കാൻ അറിയില്ലായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന്
തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനാണ്. അപ്പോൾ ഒന്നും കൂടി ആവാനുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇപ്പോൾ അതൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കൂണും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ല അടിപൊളിയായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എല്ലാവിടെയും ഉപ്പ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവിടെയും ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉപ്പ് പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂണാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഇത് ചുങ്ങിപ്പോവും, വളരെ ചെറുതായി പോവും. പിന്നെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ എരിവും ഒക്കെ ഒരേപോലെ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് കുറവാകും. അപ്പോൾ നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ചട്ടി നിറയെ കറി ഉണ്ടല്ലോ തോന്നും കേട്ടോ. ഇത് ഇളക്കി കൊടുത്താൽ ലാസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇനി മസാലയൊക്കെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മസാലയൊക്കെ എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാനുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നമുക്കൊന്ന് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണത്തിക്ക് പിടിക്കാനുള്ള ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെന്ത് വരുന്ന സമയത്ത് തന്നെ ഉപ്പ് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അത് അടച്ച് വെച്ചിട്ട് ഒരു സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറിയല്ല, നമ്മുടെ കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ഇതുവരെ ഒഴിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇത് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണ്. അപ്പോൾ വെള്ളം തീരെ ചേർക്കണ്ട. വെള്ളം ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിന് തന്നെ വെള്ളമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ വെള്ളം ചേർത്താൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്, വേറെ ഒരു ടേസ്റ്റായി പോകും. ഇതേപോലെ മസാല പോലെ ആക്കി കഴിക്കണതാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ കൂണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി കൂൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പവും പലഹാരത്തിനൊപ്പം ഒക്കെ കഴിക്കുക. അപ്പോൾ കൂൺ മസാല ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.